അച്ഛൻ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? മോളെ നമ്മൾ മരം നടുക. എന്തിനാ അച്ഛൻ മരം നടുന്നേ? മോളെ നമ്മളൊരു മരം നട്ട് കഴിഞ്ഞാൽ ഭൂമിക്ക് എന്തൊരു ഉപകാരം എന്നറിയോ? ശുദ്ധവായു ശ്വസിക്കാം. പിന്നെ മരം ഒരു മരം എന്നൊക്കെ മോള് കേട്ടിട്ടില്ലേ? അച്ഛൻ ഈ മരങ്ങൾ നട്ടാ നമുക്കും വലുതാവുമ്പോ മരങ്ങൾ കിട്ടുമോ? പിന്നെ നമുക്ക് മരം കിട്ടും. എടാ ക്രിസ്റ്റഫറെ, നീ കൊച്ചിനെയും കളിപ്പിച്ചോണ്ട് മരവും നട്ടോണ്ടിരുന്നോ? എടാ അല്ലാതെ ഞാൻ എന്നാടാ ചെയ്യേണ്ടത്? നിനക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, നാളെ അവളെ കെട്ടിക്കണ്ടേ? അവൾക്ക് അമ്മയുണ്ടോ? നീ എന്റെ കൂടെ പണിക്കുവാ. ഞാനാണെങ്കിൽ 250 രൂപ മേടിച്ചു തരാം. 10 മണിയാ. ഇല്ലടാ, 1-2 സ്ഥലത്തും കൂടെ മരം നടാറുണ്ട്. അത് ഞാൻ വീട്ടിൽ പോവാ. നീ ഇങ്ങനെ മരവും നട്ടോണ്ടാണെന്ന് എന്ന് രക്ഷപ്പെടാനാ? മോളെ അച്ഛനും വല്ലതും പറഞ്ഞു കൊടുക്ക്, ഞാൻ പോവാ. 2.5 കോടിയുടെ 3 ഫ്ലാറ്റ് എടുത്തിട്ടേക്കുന്നത്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറിയത്തില്ല മോളെ. ക്രിസ്റ്റഫർ സാറേ, എനിക്കൊരു 150 രൂപ തരാൻ കാണുമോ? അതിനാടാ ഞാൻ അയച്ചേക്കാം. ഞാൻ 12 മണിക്ക് പോവാ സാറേ. 250 രൂപ തച്ചു കാശ് കിട്ടൂലോ? ആണോ? ക്രിസ്റ്റഫർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ മഫ്തിയിലുള്ള ഫോറസ്റ്റ് ഓഫീസറാ. എന്നാ സാറേ, എന്നാ പ്രശ്നം? എന്നാ സാറേ ക്രിസ്റ്റഫർ സാർ ചെയ്ത് തെറ്റ്? പറമ്പ് മുഴുവനും ചന്ദ്രമരം വെച്ചിട്ട് നിനക്ക് കാര്യം എന്നാന്ന് അറിയത്തില്ലേ? ചന്ദനമരോ? എന്താ ആ അങ്ങനെ തന്നെ വേണം സാറേ. ഇവനെ അറസ്റ്റ് ചെയ്യും സാറേ. നീ ഒന്ന് പോടാവേ. സാറിനെ അറസ്റ്റ് ചെയ്തോ സാറേ. ഞാൻ ആളുകൾ കാറും വീട് കോടികൾ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ജയിലിൽ കിടന്നു വിചാരിച്ച ഒരു കുഴപ്പമില്ല. ചിന്നജാമി വരെ ജയിലിൽ സുഖമായിട്ട് നടക്കുന്നു. പിന്നെയാണോ ഞാൻ